Hello dear students, welcome back to School at Home. Today we are going to discuss about the three important sense organs, that is tongue, nose and skin, and also about the role of ear in body balancing. ശരീരത്തുള്ളനില പാലിക്കുന്നതിൽ ചെവിക്കുള്ള പങ്കിനെക്കുറിച്ചും പ്രധാനപ്പെട്ട 3 സെൻസ് ഓർഗൻസിനെയും കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അവർ ഫസ്റ്റ് ടോപ്പിക് ഈസ് ഇയർ ആൻഡ് ബോഡി ബാലൻസിങ്, ചെവിയും ശരീരത്തുള്ളനില പാലനവും. ഡസൻ ദ ഇയർ ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് ദ ബാലൻസ് ഓഫ് ദ ബോഡി? നമ്മുടെ ശരീരത്തിൻ്റെ തുലനില പാലിക്കുന്നതിൽ ചെവി സഹായിക്കുന്നുണ്ടോ? നമുക്കറിയാം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് ഇയർ എന്ന് പറയുന്നത് എന്താണ്? കേൾവിശക്തി സാധ്യമാക്കുക അല്ലേ? ഫോർ ഹിയറിംഗ്, നമ്മൾക്ക് കേൾവിശക്തി സാധ്യമാക്കുക എന്നതാണ് ചെവിയുടെ പ്രധാനപ്പെട്ട ധർമ്മം. എന്നാൽ അതുമാത്രമല്ല, ബോഡി ബാലൻസിങ്ങിനും ശരീരത്തിൻ്റെ തുലനില പാലിക്കുന്നതിനും ഇയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? എങ്ങനെയാണത് സാധ്യമാകുന്നത്? നമുക്ക് നോക്കാം. ബോഡി ബാലൻസ് ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി മൂവ്മെൻറ്റ് ഓഫ് ദി ഹെഡ്. ശരീര തുലനില പാലിക്കുന്നത് തലയുടെ ചലനത്തെ ആസ്പദമാക്കിയാണ്. സോ ഇൻ അക്കോർഡൻസ് വിത്ത് ദി മൂവ്മെൻറ്റ് ഓഫ് ദി ഹെഡ് ദ ബോഡി ബാലൻസ് ഈസ് മെയിൻറ്റെയിൻഡ്. അപ്പോൾ നമ്മുടെ തലയുടെ ചലനം എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ബോഡി ബാലൻസ് ചെയ്യാൻ പറ്റുന്നത്. മൂവ്മെൻറ്റ്സ് ഓഫ് ദി ഹെഡ് ബ്രിങ് അബൌട്ട് ദി മൂവ്മെൻറ്റ് ഓഫ് ദി എൻഡോലിംഫ് പ്രസൻറ്റ് ഇൻസൈഡ് ദി വെസ്റ്റിബ്യൂൾ ആൻഡ് ദി സെമി സർക്കുലർ കനാൽസ്. വെസ്റ്റിബ്യൂളിനെയും സെമി സർക്കുലർ കനാൽസിനെയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടു അല്ലേ? സോ ദിസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഇൻ ദി ഇൻറ്റേർണൽ ഇയർ. ആന്തരകർണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് വെസ്റ്റിബ്യൂളും സെമി സർക്കുലർ കനാൽസും. ഇവിടെ ഈ ഒരു പിക്ചറിൽ നോക്കൂ, കണ്ടോ? ഇതാണ് നമ്മുടെ ഇൻറ്റേർണൽ ഇയറിൻ്റെ സ്ട്രക്ചർ. അതിൽ ഇതാണ് സെമി സർക്കുലർ കനാൽ, ഇതാണ് വെസ്റ്റിബ്യൂൾ ആൻഡ് ദിസ് വൺ ഇസ് കോക്ലിയ. ഈ കോക്ലിയാണ് നമുക്ക് ഹിയറിങ്ങിന് സഹായിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഈ രണ്ട് പാർട്ട് സെമി സർക്കുലർ കനാൽസും വെസ്റ്റിബ്യൂളും സഹായിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ടു ബോഡി ബാലൻസിങ്. അപ്പോൾ ബോഡി ബാലൻസിങ്ങിന് സഹായിക്കുന്ന ചെവിയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്? സെമി സർക്കുലർ കനാൽസും വെസ്റ്റിബ്യൂളും. ഇനി എന്താണ് പറയുന്നത്? അതായത് നമ്മുടെ ഹെഡ് മൂവ് ചെയ്യുന്നത് പറഞ്ഞില്ലേ? ഹെഡ് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ സെമി സർക്കുലർ കനാൽസിൻ്റെയും വെസ്റ്റിബ്യൂളിൻ്റെയും അകത്ത് എന്തുണ്ട്? എൻഡോലിംഫ് ഉണ്ട്. ആ ഒരു എൻഡോലിംഫിൻ്റെ മൂവ്മെൻറ്റിന് ആര് കാരണമാകുന്നുണ്ട്? തലയുടെ ചലനം. So, movement of the head bring about the movement of the endolymph present inside the vestibule and the semicircular canals. നമ്മൾ എൻഡോലിംഫിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ദ ഇൻറ്റേർണൽ ഇയർ ഈസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് എ ബോണി കേസ്. ഒരു അസ്ഥി അറയ്ക്കുള്ളിലാണ് ഇൻറ്റേർണൽ ഇയർ ആന്തരകർണം ഇരിക്കുന്നത്. ആ ഒരു അസ്ഥി അറയനെ ബോണി കേസിനെ പറയുന്ന പേരായിരുന്നു ബോണി ലാംബ്രിന്ത്. ബോണി ലാംബ്രിന്ത് മാത്രമല്ല, മെംബ്രീനസ് ലാംബ്രിന്ത് ഈസ് ഓൾസോ പ്രസൻറ്റ് ഇൻ ദി ഇൻറ്റേർണൽ ഇയർ. ആന്തരകർണത്തിൽ ബോണി ലാംബ്രിന്തിനോടൊപ്പം തന്നെ മെംബ്രേനസ് ലാംബ്രിന്തിനും സ്ഥാനമുണ്ട്. സോ ഇൻസൈഡ് ദി മെംബ്രേനസ് ലാംബ്രിന്ത് എ ഫ്ലൂയിഡ് ഇസ് പ്രസൻറ്റ് ദാറ്റ് ഈസ് നോൺ ആസ് എൻഡോലിംഫ്. മെംബ്രേനസ് ലാംബ്രിന്തിനകത്തുള്ള ആ ഒരു ഫ്ലൂയിഡാണ് എൻഡോലിംഫ്. ഈ എൻഡോലിംഫ് എവിടെയുണ്ട്? വെസ്റ്റിബ്യൂളിൻ്റെയും സെമി സർക്കുലർ കനാലിൻ്റെയും അകത്തുണ്ട്. ഈ എൻഡോലിംഫിൻ്റെ മൂവ്മെൻറ്റിന് ആര് കാരണമാകുന്നു? ഹെഡ് മൂവ്മെൻറ്റ്. ദിസ് കോസസ് മൂവ്മെൻറ്റ് ഓഫ് ദി സെൻസറി ഹെയർ സെൽസ് ആൻഡ് ജനറേറ്റ് ഇമ്പൾസസ്. അങ്ങനെ എൻഡോലിംഫിന് മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അത് സെൻസറി ഹെയർ സെൽസിൻ്റെ മൂവ്മെൻറ്റിനും കാരണമാകുന്നു. നോക്കൂ, ഇതാണ് നമ്മുടെ സെമി സർക്കുലർ കനാൽ. ഇവിടെയാണ് ഹെയർ സെൽസ് ഉള്ളത്, കണ്ടോ? ഇതാണ് ഹെയർ സെൽസ് എന്ന് പറയുന്നത്. സോ ആദ്യം ഹെഡ് മൂവ്മെൻറ്റ് ഉണ്ടായി, ആ ഹെഡ് മൂവ്മെൻറ്റ് കൊണ്ട് എൻഡോലിംഫിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു. അങ്ങനെ എൻഡോലിംഫിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ സെമി സർക്കുലർ കനാലിൻ്റെ അകത്തെ ഹെയർ സെൽസിന് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു. ആൻഡ് ഇറ്റ് കോസസ് ദ ഫോർമേഷൻ ഓഫ് ഇമ്പൾസസ്. അങ്ങനെ ഹെയർ സെൽസിന് മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഇമ്പൾസസ് ഉണ്ടാകുന്നത്. These impulses are transmitted by the vestibular nerves to the cerebellum. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. എന്താണ് പറയുന്നത്? ഇങ്ങനെ ഉണ്ടാകുന്ന ഇമ്പൾസസ് എവിടേക്കാണ് എത്തുന്നത്? സെറിബെല്ലത്തിലേക്കാണ് എത്തുന്നത്. ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഓഡിറ്ററി നെർവ്സോ ഒപ്റ്റിക് നെർവ്സോ അങ്ങനെ ആ നെർവ്സ് എല്ലാം എവിടേക്കായിരുന്നോ ഇമ്പൾസസിന് എത്തിക്കുന്നുണ്ടായിരുന്നേ? സെറിബ്രത്തിലേക്കായിരുന്നു. സെറിബ്രത്തിലേക്കായിരുന്നു ഒപ്റ്റിക് നെർവ്സും ഓഡിറ്ററി നെർവ്സും ആ ഒരു ഇമ്പൾസസിനെ എത്തിക്കുന്നത്. എന്നാൽ ഇവിടെ വെസ്റ്റിബുലർ നെർവ്സ് വഴി സെറിബെല്ലത്തിലേക്കാണ് ഇമ്പൾസസ് എത്തുന്നത്. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ബോഡി ബാലൻസിങ്ങിൻ്റെ കേസിൽ വെസ്റ്റിബുലർ നെർവ്സ് വഴി ഇമ്പൾസസ് സെറിബെല്ലത്തിലേക്കാണ് എത്തുന്നത്. സോ ഇറ്റ് ഈസ് ദ മേജർ പാർട്ട് ഓഫ് ദി ബ്രെയിൻ. ബ്രെയിനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് സെറിബെല്ലം. ഈ സെറിബെല്ലത്തിലേക്കാണ് ഉണ്ടാകുന്ന ഇമ്പൾസസ് വെസ്റ്റിബുലർ നെർവ്സ് വഴി എത്തുന്നത്. ആൻഡ് ദ ഈക്വിലിബ്രിയം ഓഫ് ദി ബോഡി ഈസ് മെയിൻറ്റെയിൻഡ്. അങ്ങനെയാണ് ബോഡിയുടെ ഈക്വിലിബ്രിയം, ആ ഒരു തുലനില പാലിക്കുന്നത്.
സോ ഇതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ് എഴുതേണ്ടത്? ആദ്യം ഹെഡ് മൂവ്മെൻറ്റ് ഉണ്ടാവുന്നു, ദെൻ അതിനുശേഷം എൻഡോലിംഫിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായി, അതിനുശേഷം സെൻസറി ഹെയർ സെൽസിന് മൂവ്മെൻറ്റ് ഉണ്ടായി, ആൻഡ് ഇറ്റ് കോസസ് ദി ഫോർമേഷൻ ഓഫ് ഇമ്പൾസസ്, ആൻഡ് ഇമ്പൾസസിന് ശേഷം വെസ്റ്റിബുലർ നെർവ്സ് ആണ്. വെസ്റ്റിബുലർ നെർവ്സ് സെറിബെല്ലത്തിലേക്കാണ് ഇമ്പൾസസ് എത്തുന്നത്. ഫൈനലി ദ ബോഡി ഈക്വിലിബ്രിയം ഈസ് മെയിൻറ്റെയിൻഡ്. അങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, so these are all about the ear and body balancing. Next is about hearing aid. Deafness is caused by structural deformities or diseases of the ears. നമ്മുടെ ചെവിയുടെ ഘടനാപരമായിട്ടുള്ള തകരാറുകളോ അല്ലെങ്കിൽ രോഗങ്ങളോ ആയിരിക്കും നമ്മുടെ ഡെഫ്നെസ് എന്ന് പറഞ്ഞാൽ ബധിരത, കേൾക്കാനായിട്ട് സാധിക്കാത്ത അവസ്ഥ, അതിന് കാരണമാകുന്നത്. ഹിയറിംഗ് എയ്ഡ്സ് ആർ ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദി വേരിയസ് മെത്തേഡ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ദി ഡെഫ്നെസ്. നമ്മുടെ കേൾവിശക്തി പരിഹരിക്കാനായിട്ട്, അതായത് നമുക്ക് ബധിരത, നമുക്ക് ഒട്ടും കേൾവിയില്ലെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് ഒരുപാട് ഹിയറിംഗ് എയ്ഡ്സ് ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്. ഹിയറിംഗ് എയ്ഡ് ഈസ് എ സ്മോൾ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് ദാറ്റ് ക്യാൻ ബി ഫിറ്റഡ് ഇൻറ്റേർണലി ഓർ ബിഹൈൻഡ് ദി ഇയർ. സോ ദിസ് വൺ ഈസ് ദി ഹിയറിംഗ് എയ്ഡ്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ചിലപ്പോൾ നിങ്ങളുടെ ഒപ്പം പഠിക്കുന്ന ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ വീട്ടിലാർക്കെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു പിക്ചറിലോ വല്ല സിനിമകളിലും ഇങ്ങനെയുള്ള ആ ഒരു ഹിയറിംഗ് എയ്ഡ് കണ്ടിരിക്കാം. സോ ഇതാണ് ഹിയറിംഗ് എയ്ഡ് എന്ന് പറയുന്നത്. ഇത് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ഇത് ഒരു ഇലക്ട്രിക് ഉപകരണമാണ്. ഇതെന്തുണ്ടാവും? ഒന്നെങ്കിൽ ചെവിക്കകത്തോ അല്ലെങ്കിൽ ചെവിയുടെ പിന്നിലായിട്ടോ ആണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. ഹിയറിംഗ് എയ്ഡ്സ് ആർ എ ബൂൺ ഫോർ ദി ഹിയറിംഗ് ഇംപെയർഡ് ടു വർക്ക് ഇൻ ദി മെയിൻ സ്ട്രീം ഓഫ് സൊസൈറ്റി. അതായത് നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ പ്രവർത്തിക്കാനായിട്ട് ഈ ഒരു ശ്രവണ സഹായി ഹിയറിംഗ് എയ്ഡ് വളരെയധികം ഉപകാരമുള്ളതാണ്. അതായത് നമുക്കിപ്പോൾ കേൾവിശക്തി കുറവാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സമൂഹത്തിന് മുന്നിൽ നമ്മൾ പിന്തിരിഞ്ഞ് നിൽക്കാൻ പാടില്ല, നമ്മൾ മുന്നോട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉപകരണമാണ് ഹിയറിംഗ് എയ്ഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദ ഇമ്പോർട്ടൻറ്റ് സെൻസ് ഓർഗൻ ടങ് ടു ഡിക്റ്റേറ്റ് ടേസ്റ്റ്. ഈസൻറ്റ് ടേസ്റ്റ് വൺ ഓഫ് ദ റീസൺ ഫോർ എൻജോയിങ് ദ ഫുഡ് വി ഈറ്റ്? ഭക്ഷണം നമ്മൾ ആസ്വദിച്ച് കഴിക്കുന്നതിന് അതിൻ്റെ രുചിയും ഒരു കാരണമാണ് അല്ലേ? അത് നിങ്ങൾക്കറിയാം. നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണെങ്കിൽ അത് നമ്മൾ വളരെയധികം കഴിച്ചുകൊണ്ടിരിക്കും അല്ലേ? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടേസ്റ്റ് വി ക്യാൻ ഡിക്റ്റേറ്റ്? ഏതെല്ലാം തരത്തിലുള്ള രുചികളാണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്? നമുക്ക് നോക്കാം. ഇവിടെ ഒരു നാവിൻ്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. അതിലുള്ള റിസപ്റ്റേഴ്സാണ് ഇത് കാണുന്നത്. ഒരു നാവിലുള്ള റിസപ്റ്റേഴ്സാണ് ഈ കാണിക്കുന്നത് കേട്ടോ. കീമോ റിസപ്റ്റേഴ്സ് സീൻ ഇൻസൈഡ് ദി മൗത്ത് ആൻഡ് ടങ് ഹെൽപ്പ് us ടു ഡിക്റ്റേറ്റ് ടേസ്റ്റ്. രുചി തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്ന കീമോ റിസപ്റ്റേഴ്സ് എവിടെയാണ് കാണപ്പെടുന്നത്? മൗത്ത്, നമ്മുടെ വായയിലും ടങ്കിലുമാണുള്ളത്. അതായത് നാവിലും വായയിലുമുള്ള കീമോ റിസപ്റ്റേഴ്സാണ് നമുക്ക് രുചി തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. ദർ ആർ സീൻ മെയിൻലി ഓൺ ദി സർഫസ് ഓഫ് ദി ടങ്. ഈ കാണുന്ന കീമോ റിസപ്റ്റേഴ്സ്, എന്താണ് കീമോ റിസപ്റ്റേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ കീമോ റിസപ്റ്റേഴ്സ് എവിടെയാണ് കാണുന്നത്? നമ്മുടെ നാവിൻ്റെ ഉപരിതലത്തിൽ, അതായത് ആ മുകൾ ഭാഗത്ത്, നാവിൻ്റെ മുകൾ ഭാഗത്താണ് ഈ ഒരു കീമോ റിസപ്റ്റേഴ്സിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ദ പ്രൊജക്റ്റഡ് സ്ട്രക്ചേഴ്സ് സീൻ ഓൺ ദി സർഫസ് ഓഫ് ദി ടങ് ആർ കോൾഡ് പാപ്പില്ല. ഇവിടെ നോക്കൂ, ഇവിടെ കണ്ടോ? ഇതാണ് ഈ പാപ്പില എന്ന് പറയുന്നത്. അതായത് നാവിൻ്റെ മുകൾ ഭാഗത്ത് പൊന്തി നിൽക്കുന്ന, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ കാണപ്പെടുന്ന ഈ ഭാഗമാണ് പാപ്പില്ല. ദ പാർട്സ് സീൻ ഓൺ ദി പാപ്പില്ലേ ദാറ്റ് ഡിക്റ്റേറ്റ് ടേസ്റ്റ് ആർ ദി ടേസ്റ്റ് ബഡ്സ്. എന്നാൽ ഈ പാപ്പില്ലയിൽ തന്നെ കാണപ്പെടുന്ന ടേസ്റ്റ് ബഡ്സ് ആണ് നമുക്ക് രുചി തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. സോ ഇതാണ് പാപ്പില്ല. കണ്ടോ? ഇതാണ് ഈ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. ഇതാണ് നാവിൻ്റെ പിക്ചർ. ഇവിടെ കാണുന്ന ഈ ഒരു ഭാഗമാണ് ഇവിടെയുള്ളത്. സോ ഇതാണ് പാപ്പില്ല. ഈ പാപ്പില്ലനെ കുറച്ചും കൂടി വലുതാക്കി ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നു. സോ ഇതൊക്കെ എന്താണ്? പാപ്പില്ലയാണ്. എന്നാൽ ഈ പാപ്പില്ലയിൽ കാണപ്പെടുന്ന ഈ ഒരു ഭാഗമാണ് ടേസ്റ്റ് ബഡ് എന്ന് പറയുന്നത്. സോ പാപ്പില്ലയിൽ കുറച്ചും കൂടി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ കാണപ്പെടുന്ന ഈ ഭാഗമാണ് ടേസ്റ്റ് ബഡ്. ഇതാണ് ടേസ്റ്റ്, രുചി നമുക്ക് തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നത്. വി ഹാവ് ടേസ്റ്റ് ബഡ്സ് ദാറ്റ് ആർ സ്റ്റിമുലേറ്റഡ് ബൈ ടേസ്റ്റ് ലൈക്ക് സ്വീറ്റ്, സാൾട്ട്, സോർ, ബിറ്റർ, ഉമാമി എറ്റ്സെട്ര. അപ്പോൾ ഇങ്ങനെയുള്ള ടേസ്റ്റ് ബഡ്സ് കൊണ്ടാണ് നമുക്ക് രുചികൾ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. അതായത് സ്വീറ്റ്, മധുരമായിക്കോട്ടെ, ഉപ്പായിക്കോട്ടെ, പുളി ആയിക്കോട്ടെ, കയ്പ്പായിക്കോട്ടെ. ഉമാമി എന്ന് പറയുന്നത് മറ്റൊരു ടേസ്റ്റാണ്. അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു തരാം. സോ ഇതെല്ലാമാണ് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന, തിരിച്ചറിയാൻ പറ്റുന്ന ടേസ്റ്റ്. ഈ ഒരു ടേസ്റ്റ് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന ആരാണ്? ടേസ്റ്റ് ബഡ്സ് ആണ്. അത് എവിടെയാണ് കാണപ്പെടുന്നത്? പാപ്പില്ലയിലാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെ ഒരുപാട് ടേസ്റ്റ് തന്നിട്ടുണ്ട് അല്ലേ? സ്വീറ്റ് തന്നിട്ടുണ്ട്, സോൾട്ട് തന്നിട്ടുണ്ട്, സോർ, ബിറ്റർ, ഉമാമി, അങ്ങനെ ഒരുപാട് ടേസ്റ്റ് തന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്കറിയാവുന്ന മറ്റൊരു ടേസ്റ്റ് ഇതിലില്ല. അതെന്താണ് അതിന് കാരണം? അതേതാണ് ആ ടേസ്റ്റ്? സ്പൈസി ഐറ്റംസ് ഉണ്ടല്ലോ, സ്പൈസി ഫുഡ്സൊക്കെ ഉണ്ട് അല്ലേ? അത് എരിവാണ്. എരിവൊരു ടേസ്റ്റ് അല്ലേ? സ്പൈസി ഫുഡായിട്ടുള്ള ആ ഒരു സ്പൈസിനെസ് എന്താണ് ഇതിൽ എഴുതാത്തത്? അതിന് കാരണം സ്പൈസി ഒരു ടേസ്റ്റ് അല്ല എന്നാണ് പറയുന്നത്. കാരണം നാവ് കൊണ്ട്, ടങ് കൊണ്ട് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്നത് മാത്രമാണ് ടേസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുള്ളൂ.
എന്നാൽ ഈ സ്പൈസി എന്നിട്ടുള്ള ആ ഒരു ടേസ്റ്റ് നമുക്ക് അതിന് ടേസ്റ്റ് എന്നല്ല പറയാൻ പറ്റുക. കാരണം അത് നാവ് കൊണ്ട് മാത്രമല്ല ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. കുറച്ച് ചില്ലി പൗഡറൊക്കെ എടുത്ത് നമ്മുടെ മേല് തേച്ച് നോക്കൂ, നമുക്ക് നീറും. കാരണം നമുക്ക് ആ ഒരു എരിവ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ മുഖത്തോ അല്ലെങ്കിൽ കണ്ണിലൊക്കെ എങ്ങാനും പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു നീറ്റലൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നാവ് കൊണ്ട്, എന്നാൽ ഈ പഞ്ചസാരയൊക്കെ നമുക്ക് മേലിൽ തേച്ച് നോക്കൂ, നമുക്ക് മധുരം ഫീൽ ചെയ്യുമോ? ഇല്ല. അപ്പോൾ നാവ് കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നവ മാത്രമാണ് ടേസ്റ്റിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ സ്പൈസി ആയിട്ടുള്ള ആ ഒരു ഐറ്റംസ് ഒന്നും എന്തല്ല, അതൊരു ടേസ്റ്റേ അല്ല. അത് നമുക്ക് മറ്റുള്ള ഭാഗങ്ങൾ കൊണ്ട് തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അതിൻ്റെ ടേസ്റ്റിൻ്റെ ഗണത്തിൽ ആ ഒരു ഗ്രൂപ്പിൽ അത് പെടുത്താത്തത് കേട്ടോ. ഈച്ച് ടേസ്റ്റ് ബഡ് ഹാസ് കീമോ റിസെപ്റ്റേഴ്സ് ദാറ്റ് ഹെൽപ്പ് ടു ഡിറ്റക്റ്റ് ഡിഫറെൻറ്റ് ടേസ്റ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ടേസ്റ്റ് ബഡ് ഉണ്ട്, പാപ്പിലയിൽ ധാരാളം ടേസ്റ്റ് ബഡ് ഉണ്ട്. ഈ ഓരോ ടേസ്റ്റ് ബഡിലും എന്തുണ്ട്? കീമോ റിസെപ്റ്റേഴ്സ് ഉണ്ട്. ഈ കീമോ റിസെപ്റ്റേഴ്സ് ആണ് നമുക്ക് പലതരത്തിലുള്ള ടേസ്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നത്. സബ്സ്റ്റൻസസ് റെസ്പോൺസിബിൾ ഫോർ ടേസ്റ്റ് ഡിസോൾവ് ഇൻ സലൈവ stimulate the chemoreceptors and generate impulses. These impulses reach the brain through the respective nerves and we experience taste. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ടേസ്റ്റ് ഉളവാക്കുന്ന സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് സലൈവയിൽ, ഉമിനീരിൽ കൂടിക്കലർന്നു പോവുകയാണ് ചെയ്യുന്നത്. ദ സബ്സ്റ്റൻസസ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ദി ടേസ്റ്റ് ഡിസോൾവ് ഇൻ സലൈവ. അതിനുശേഷം എന്തുണ്ടാവും? ഇറ്റ് സ്റ്റിമുലേറ്റ് ദി കീമോ റിസെപ്റ്റേഴ്സ് ആൻഡ് ജനറേറ്റ് ഇമ്പൾസസ്. ഇങ്ങനെ സലൈവയിൽ ടേസ്റ്റ് ഉളവാക്കുന്ന ആ സബ്സ്റ്റൻസസ് ഡിസോൾവ് ചെയ്യുമ്പോൾ അത് കീമോ റിസെപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ കാരണമാകുകയും ഇമ്പൾസസ് ഫോം ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഇമ്പൾസസ് ബ്രെയിനിലേക്ക് ഒരു റെസ്പെക്റ്റീവ്, ഏത് നെർവാണോ ഈ ഒരു ടേസ്റ്റിനെ ബ്രെയിനിലേക്ക് എത്തിക്കേണ്ടത്, ആ ഒരു നെർവ് വഴി ബ്രെയിനിലേക്ക് എത്തിയിട്ട് വി എക്സ്പീരിയൻസ് ടേസ്റ്റ്, നമ്മൾ രുചി തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഫ്ലോ ചാർട്ട് എങ്ങനെയാണ് എഴുതേണ്ടത്? ദ സബ്സ്റ്റൻസസ് റെസ്പോൺസിബിൾ ഫോർ ടേസ്റ്റ് ഡിസോൾവ് ഇൻ സലൈവ, സ്റ്റിമുലേറ്റ് കീമോ റിസെപ്റ്റേഴ്സ്, ഫോർമേഷൻ ഓഫ് ഇമ്പൾസസ്, റെസ്പെക്റ്റീവ് നെർവ് എന്ന് പറയുന്നത് ഇതിനോടനുബന്ധിച്ച നെർവ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റെസ്പെക്റ്റീവ് നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നെർവ് വഴി ബ്രെയിനിലേക്ക് എത്തുന്നു ആൻഡ് വി എക്സ്പീരിയൻസ് ടേസ്റ്റ്. സോ ദീസ് ആർ ഓൾ അബൌട്ട് ദി ഡിറ്റക്റ്റിംഗ് ഓഫ് ടേസ്റ്റ്. നെക്സ്റ്റ് ഈസ് ഡൈവേഴ്സിറ്റി ഓഫ് ടേസ്റ്റ്, രുചികളുടെ വൈവിധ്യം. ഉമാമി ഈസ് എ ജാപ്പനീസ് ടേം ദാറ്റ് മീൻസ് ഹാപ്പിനെസ്. ഈ ഉമാമി എന്ന് പറഞ്ഞ ആ ഒരു വേർഡിന് അർത്ഥം എന്ന് പറയുന്നത് സന്തോഷകരമായിട്ടുള്ളതെന്നാണ്. അത് ജാപ്പനീസ് ഭാഷയിലാണ് കേട്ടോ. ജാപ്പനീസ് ഭാഷയിൽ ഉമാമി എന്ന് പറഞ്ഞ ആ ഒരു വാക്കിന് അർത്ഥം ഹാപ്പിനെസ്, സന്തോഷം ഉളവാക്കുന്നത്. മിൽക്ക്, മീറ്റ്, സീ ഫുഡ്, മഷ്റൂം എറ്റ്സെട്ര കണ്ടെയ്ൻ ഫാക്ടേഴ്സ് ദാറ്റ് പ്രൊവൈഡ് ദ ടേസ്റ്റ് ഓഫ് ഉമാമി. ഇനി ഉമാമി എന്ന ആ ഒരു ടേസ്റ്റ് എന്തിൻ്റെയൊക്കെയാണെന്നറിയോ? നമ്മൾ പാൽ, മാംസം, അതുപോലെ തന്നെ കടൽ വിഭവങ്ങൾ, കൂൺ, അതൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു രുചിയാണ് ഉമാമി എന്ന് പറയുന്നത്. A sixth taste named Oleogustus is also identified. It is the taste of lipid. കൊഴുപ്പിൻ്റെ രുചി കലർന്നിട്ടുള്ള ഒരു ആറാമത്തെ രുചിയും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെ പറയുന്ന പേരാണ് ഒലിയോഗസ്റ്റസ്. സോ ഉമാമി എന്ന് പറയുന്നത് എത്രയായിരുന്നു? അഞ്ചാമത്തെ ടേസ്റ്റ് ആയിരുന്നു. ആറാമത്തെ ടേസ്റ്റാണ് ഒലിയോഗസ്റ്റസ്. അതിൻ്റെ രുചി എന്താണ്? ടേസ്റ്റ് ഓഫ് ലിപ്പിഡ്, അതായത് ഈ കൊഴുപ്പിൻ്റെ രുചിയൊക്കെ ഉണ്ടല്ലോ, ഈ എണ്ണ കലർന്ന ആ ഒരു ടേസ്റ്റാണ് എന്തിനുള്ളത്? ഒലിയോഗസ്റ്റസിനുള്ളത്. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് സെൻസ് ഓർഗൻ ഇസ് നോസ്. To detect smell, we have discussed olfactory receptors in the beginning of the unit. ഫാക്ടറി റിസെപ്റ്റേഴ്സ് എന്തിനു സഹായിക്കുന്നുണ്ട്? സ്മെൽ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് പഠിക്കാം ഹൗ ഡു വി ഡിറ്റക്റ്റ് സ്മെൽ, എങ്ങനെയാണ് നമ്മൾ ഒരു മണം തിരിച്ചറിയുന്നത്. അതിനു മുന്നേയായി നമുക്ക് മൂക്കിലുള്ള കുറച്ച് ഭാഗങ്ങളെ പരിചയപ്പെടാം. ഇവിടെ കണ്ടോ, ഇതാണ് ഓൾഫാക്ടറി നെർവ്. ഇവിടെയുള്ളതാണ് മ്യൂക്കസ് ഗ്ലാൻഡ്. ആൻഡ് ദിസ് വൺ ഇസ് ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ്. It helps to detect smell. ഇനി ഇതാണ് നേസൽ കാവിറ്റി. നേസൽ കാവിറ്റി നമുക്ക് അറിയുണ്ടാവും അല്ലേ, നമ്മൾ 9th നന്നായി പഠിച്ചതാണ്. ഇതാണ് നമുക്ക് മണം തിരിച്ചറിയാനായിട്ട്, സ്മെല്ല് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്ന മൂക്കിലുള്ള പാർട്സ് എന്ന് പറയുന്നത്. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. ഹൗ കാൻ വി ഡിറ്റക്റ്റ് സ്മെൽ? എങ്ങനെയാണ് നമ്മൾ മണം തിരിച്ചറിയുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് നോക്കൂ, എന്താ ഉണ്ടാവുന്നത്? ആരോമാറ്റിക് പാർട്ടിക്കിൾസ് ഡിഫ്യൂസ് ഇൻ ദി എയർ ആൻഡ് എൻറ്റർ ദ നോസ്ട്രിൽസ്. അതായത് വായുവിൽ കലരുന്ന ഗന്ധകണികൾ, അതാണ് ഈ ആരോമാറ്റിക് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അത് എവിടേക്ക് പ്രവേശിക്കും? നോസ്ട്രിൽ, ദാറ്റ് മീൻസ് മൂക്കിലേക്ക് പ്രവേശിക്കുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലേ. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ദ ആരോമാറ്റിക് പാർട്ടിക്കിൾസ് ഡിഫ്യൂസ് ഇൻ ദി എയർ. വായുവിൽ കലർന്നിട്ടുള്ള ആരോമാറ്റിക് പാർട്ടിക്കിൾസ്, ഗന്ധകണികൾ നോസ്ട്രിലേക്ക്, മൂക്കിലേക്ക് പ്രവേശിക്കുന്നു. സെക്കൻഡ് സ്റ്റേജ് നോക്കൂ. ദീസ് ആരോമാറ്റിക് പാർട്ടിക്കിൾസ് ഡിസോൾവ് ഇൻ ദി മ്യൂക്കസ് ഇൻസൈഡ് ദി നോസ്ട്രിൽ. മൂക്കിനകത്തുള്ള ആ ഒരു ശ്ലേഷ്മത്തിൽ, അതാണ് ഈ മ്യൂക്കസ് എന്ന് പറയുന്നത്, അതിൽ ആര് അലിഞ്ഞു ചേരും? ആരോമാറ്റിക് പാർട്ടിക്കിൾസ് ഡിസോൾവ് ചെയ്യും, ലയിച്ചു ചേരും. ആഫ്റ്റർ ദ ആരോമാറ്റിക് പാർട്ടിക്കിൾസ് ഡിസോൾവ് ഇൻ ദി മ്യൂക്കസ്, ഇറ്റ് ലീഡ്സ് ടു ദി സ്റ്റിമുലേഷൻ ഓഫ് ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ്. ആരോമാറ്റിക് പാർട്ടിക്കിൾസ് മ്യൂക്കസിൽ ഡിസോൾവ് ചെയ്തതിന് ശേഷം അവിടെ എന്തുണ്ടാവും? ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സിൻ്റെ സ്റ്റിമുലേഷൻ സംഭവിക്കും.
ആഫ്റ്റർ ദാറ്റ് ദർ ഇസ് എ ഫോർമേഷൻ ഓഫ് ഇമ്പൾസസ്. അത് ഇമ്പൾസസിൻ്റെ രൂപീകരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ആൻഡ് ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ദീസ് ഇമ്പൾസസ് ആർ ട്രാൻസ്മിറ്റഡ് ഇൻ ടു ദി ബ്രെയിൻ ത്രൂ ഓൾഫാക്ടറി നെർവ് ആൻഡ് വി ക്യാൻ ഡിറ്റക്ട് സ്മെൽ. അതായത് ഓൾഫാക്ടറി നെർവ് വഴിയാണ് ഇങ്ങനെ ഉണ്ടാകുന്ന ഇമ്പൾസസ് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്നത്. ഫൈനലി വി ക്യാൻ ഡിറ്റക്ട് സ്മെൽ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മണം തിരിച്ചറിയാനായിട്ട് പറ്റുന്നത്. സോ ഇങ്ങനെയാണ് ഈ സ്റ്റേജസ് നമ്മൾ എഴുതേണ്ടത്. ആദ്യം എന്താണ്? ആരോമാറ്റിക് പാർട്ടിക്കിൾസ് ഡിഫ്യൂസസ് ഇൻ ദി എയർ ആൻഡ് എൻറ്റർ ദ നോസ്ട്രിൽ ആൻഡ് ദീസ് ആരോമാറ്റിക് പാർട്ടിക്കിൾസ് ഡിസോൾവ് ഇൻ ദി മ്യൂക്കസ് ഇൻസൈഡ് ദി നോസ്ട്രിൽ ആൻഡ് സ്റ്റിമുലേഷൻ ഓഫ് ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ്, formation of impulses. Impulses are transmitted into the brain through olfactory nerve and we can detect smell. And the last sense organ is skin. അപ്പോൾ ഇനി അവസാനം നമുക്ക് പഠിക്കാനുള്ള സെൻസ് ഓർഗനാണ് സ്കിൻ എന്ന് പറയുന്നത്. റിസെപ്റ്റേഴ്സ് ഇൻ ദി സ്കിൻ, അതാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത്. You might have seen visually impaired people reading braille by touching with the tip of fingers. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും ഈ കണ്ണ് കാണാത്തവർ വായിക്കുന്നത് അവർ വിരൽ തുമ്പുകൾ ഒരു ബുക്കിൽ, ഈ ബ്രെയിലി ലിപി എഴുതിയിട്ടുള്ള ഈ ബുക്കിൽ വിരൽ തുമ്പുകൾ ഇങ്ങനെ ടച്ച് ചെയ്തിട്ടാണ് അവർ വായിക്കുക. ആർ ദീസ് ടച്ച് റിസെപ്റ്റേഴ്സ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൾ ഓവർ ദ സ്കിൻ. അപ്പോൾ ഇതിനെ സഹായിക്കുന്ന ഈ ടച്ച് റിസെപ്റ്റേഴ്സ് നമ്മുടെ ശരീരത്തിൽ എല്ലാവരുടെയും ഒരേപോലെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദ്യം. അതൊരു എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ടേക്ക് 2 refillers ഓഫ് എനി ബോൾ പോയിൻറ്റ് പെൻ. ബോൾ പോയിൻറ്റ് പേനയുടെ 2 റീഫില്ലറുകൾ എടുക്കാനാണ് പറയുന്നത്. ആസ്ക് യുവർ ഫ്രണ്ട് ടു ക്ലോസ് ഹിസ് ഓർ ഹെർ ഐസ് ആൻഡ് സ്ട്രെച്ച് ഹിസ് ഹെർ ഹാൻഡ്. അതായത് നിങ്ങളുടെ സുഹൃത്തിൻ്റെ അടുത്ത്, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് കണ്ണടച്ചിട്ട് ഈ കൈ നീട്ടാൻ പറയാം. പ്ലേസ് ദി 2 pointed ടിപ്സ് ഓഫ് ദി റീഫില്ലേഴ്സ് ഓൺ ദി ഫിംഗർ ടിപ്പ് ഫസ്റ്റ് ആൻഡ് ദെൻ ഓൺ ദി റിസ്റ്റ് ഓഫ് യുവർ ഫ്രണ്ട്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? റീഫില്ലറിൻ്റെ 2 പോയിന്റുകളും ചേർത്ത് ആദ്യം കൈവിരൽ തുമ്പിലും അതിനുശേഷം കൈത്തണ്ടയിലും വെക്കാനായിട്ട് പറയാം. ഈ റിസ്റ്റിൻ്റെ അവിടെയും വെക്കാനായിട്ട് പറയാം. ആദ്യം എവിടെ വെക്കുക? കൈവിരൽ തുമ്പിൽ വയ്ക്കുക, പിന്നീട് കൈത്തണ്ടയിലും വെക്കാനായിട്ട് പറയാം. ആസ്ക് യുവർ ഫ്രണ്ട് അബൌട്ട് ദി എക്സ്പീരിയൻസ് ഹി ഓർ ഷീ ഹാസ് ഫെൽറ്റ് ഓൺ ദി ഫിംഗർ ടിപ്പ് ആൻഡ് ദ റിസ്റ്റ്. അതിനുശേഷം ഈ കൈവിരൽ തുമ്പിലും കൈത്തണ്ടയിലും ഉണ്ടായ അനുഭവങ്ങൾ ആ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിക്കുക. ഈസ് ദർ എനി ഡിഫറൻസ് ഇൻ ദി എക്സ്പീരിയൻസ്? എന്തെങ്കിലും ഡിഫറൻസ്, വ്യത്യാസമുണ്ടോ? ഇഫ് സോ വാട്ട് മൈറ്റ് ബി ദ റീസൺ? അങ്ങനെ ഉണ്ടായാൽ തന്നെ, എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടായാൽ തന്നെ എന്തായിരിക്കും അതിന് കാരണം? അപ്പോൾ നിങ്ങളും അങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക. ആദ്യം വിരൽ തുമ്പിൽ വയ്ക്കുക, അതിനുശേഷം കൈത്തണ്ടയിൽ വയ്ക്കുക ഈ ബോൾ പോയിൻറ്റ് പെന്നിൻ്റെ ആ റീഫില്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുക? അത് ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിരൽ തുമ്പിലുണ്ടല്ലോ, വിരൽ തുമ്പുകളിലായിരിക്കും എന്തുണ്ടാവുക? കൂടുതലായിട്ട് നമുക്ക് ആ ടച്ച് ചെയ്യുന്നത്, ആ റീഫില്ലർ കുത്തുന്നത് നമുക്ക് വിരൽ തുമ്പിലായിരിക്കും, ടിപ്പ് ഓഫ് ദ ഫിംഗേഴ്സിലായിരിക്കും കൂടുതൽ ഉണ്ടാവുക. എന്തിനെ അപേക്ഷിച്ചിട്ട്? റിസ്റ്റിനെ അപേക്ഷിച്ചിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആ ഒരു റിസെപ്റ്റേഴ്സ്, ടച്ച് റിസെപ്റ്റേഴ്സ് ഉണ്ടാകുന്നത് എവിടെയാണ്? ഇങ്ങനെയുള്ള ഈ ടിപ്പ് ഓഫ് ദി ഫിംഗേഴ്സിലാണ്. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. റിസെപ്റ്റേഴ്സ് ഇൻ ദ സ്കിൻ, നമ്മുടെ സ്കിന്നിലുള്ള റിസെപ്റ്റേഴ്സാണ് ഇവിടെയുള്ളത് കേട്ടോ. പെയിൻ റിസെപ്റ്റേഴ്സ്, നമുക്ക് വേദന ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന റിസെപ്റ്റേഴ്സ് നമുക്ക് മനസ്സിലാക്കാനായിട്ട്, പെയിൻ ഒരു വേദനയാണ് നമുക്ക് ഉണ്ടായെന്ന് തിരിച്ചറിയാനായിട്ടുണ്ടാവുന്നതാണ് അവിടെ ആരാണ്? പെയിൻ റിസെപ്റ്റേഴ്സാണ്. കോൾഡ് റിസെപ്റ്റേഴ്സ്, അതുപോലെ തന്നെ നമുക്ക് നല്ല തണുപ്പുള്ള സമയത്തൊക്കെ ആണെങ്കിൽ കോൾഡ് റിസെപ്റ്റേഴ്സ് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയാണ്. എന്താണ് ഇപ്പോൾ നല്ല തണുപ്പാണെന്ന് നമ്മൾ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്ന സ്കിന്നിലുള്ള റിസെപ്റ്ററാണ് കോൾഡ് റിസെപ്റ്റേഴ്സ്. ദെൻ ടച്ച് റിസെപ്റ്റേഴ്സ്, അതെവിടെയാണ് നമ്മൾ കൂടുതൽ കാണുന്നത്? ടിപ്പ് ഓഫ് ദി ഫിംഗർ പോർഷനിലാണ് കേട്ടോ. ദെൻ പ്രഷർ റിസെപ്റ്റേഴ്സ്, അത് കുറച്ച് ഹൈ ഓൾട്ടിറ്റ്യൂഡിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരു മർദ്ദത്തിലുള്ള വ്യത്യാസം തിരിച്ചറിയാനായിട്ട് സാധിക്കുന്ന ആരാണ്? പ്രഷർ റിസെപ്റ്റേഴ്സ്. അത് സ്കിന്നിലുള്ള റിസെപ്റ്ററാണ് പ്രഷർ റിസെപ്റ്റേഴ്സ്. ദെൻ ടെമ്പറേച്ചർ റിസെപ്റ്റേഴ്സ്, ചൂട് കൂടുമ്പോൾ അത് മനസ്സിലാക്കി തരാനായിട്ട് സഹായിക്കുന്ന സ്കിന്നിലുള്ള റിസെപ്റ്റേഴ്സാണ് എന്ത്? ടെമ്പറേച്ചർ റിസെപ്റ്റേഴ്സ്. സോ ദീസ് ആർ ഓൾ അബൌട്ട് ദി റിസെപ്റ്റേഴ്സ് പ്രസൻറ്റ് ഇൻ ദി സ്കിൻ. നമ്മുടെ ത്വക്കിലുള്ള റിസെപ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത് കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞു വെച്ചാൽ മതി, ഇങ്ങനെയൊക്കെ റിസെപ്റ്റേഴ്സ് ഉണ്ടെന്ന്. ഈ ഒരു പിക്ചറും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക, എവിടേക്കാണ് ഏതൊക്കെയാണ് റിസെപ്റ്റേഴ്സൊക്കെ. ചിലപ്പോൾ ചോദിച്ചെന്ന് വരാം, ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. ഇതിങ്ങനെയുള്ള ഈ എവിടേക്കാണ് ഈ റിസെപ്റ്റേഴ്സ്, പ്രഷർ, ടച്ച്, ടെമ്പറേച്ചർ, കോൾഡ്, പെയിൻ, ഈ റിസെപ്റ്റേഴ്സിൻ്റെ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞു വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് അബൌട്ട് റിസെപ്റ്റേഴ്സ് ഇൻ വേരിയസ് ഓർഗാനിസംസ്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് മനുഷ്യരിലുള്ള റിസെപ്റ്റേഴ്സിനെ പറ്റിയായിരുന്നു അല്ലേ. ഇനി മറ്റ് ജീവികളിലുള്ള റിസെപ്റ്റേഴ്സിനെ കുറിച്ച് പരിചയപ്പെടാം. ഓൾ ഓർഗാനിസംസ് ഹാവ് മെക്കാനിസം ടു നോ ദെയർ സറൗണ്ടിങ്സ്. എല്ലാ ജീവികളിലും ചുറ്റുപാടിനെ അറിയുന്നതിനുള്ള സംവിധാനങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ദ ഫസ്റ്റ് ഓർഗാനിസം ഈസ് പ്ലനേറിയ. സോ ഇതാണ് പ്ലനേറിയ എന്ന് പറയുന്നത്. ദിസ് പ്ലനേറിയ ഹാവ് ഐ സ്പോട്ട് ടു ഡിറ്റക്റ്റ് ലൈറ്റ്. പ്രകാശത്തെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു റിസെപ്റ്ററായിട്ടുള്ള ഐ സ്പോട്ടാണ് പ്ലനേറിയയ്ക്കുള്ളത്. അപ്പോൾ പ്ലനേറിയയ്ക്ക് ലൈറ്റ് തിരിച്ചറിയാൻ, പ്രകാശത്തെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്ന ഐ സ്പോട്ടുണ്ട്. സോ അതാണ് പ്ലനേറിയയിലുള്ള റിസെപ്റ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഹൗസ് ഫ്ലൈ, ഒമാറ്റീഡിയ, formed of thousands of small eyes
അതായത് ഈ ഒമാറ്റിഡിയ ഉണ്ടാക്കിയിരിക്കുന്നത് ആയിരക്കണക്കിന് ചെറിയ കണ്ണുകൾ ചേർന്നിട്ടാണ്. The eye of an insect consists of a cluster of photoreceptors called ommatidia. അതായത് ഈ ഒമാറ്റിഡിയ എന്ന ധാരാളം പ്രകാശഗ്രാഹി അതായത് ഫോട്ടോ റിസപ്റ്റേഴ്സ് സംവിധാനങ്ങൾ കൂടി ചേർന്നതാണ് ഷഡ്പദങ്ങളുടെ അതായത് ഇങ്ങനെയുള്ള ഹൗസ് ഫ്ലൈയുടെയൊക്കെ കണ്ണ് എന്ന് പറയുന്നത്. സോ ദ ഐ ഓഫ് ആൻ ഇൻസെക്റ്റ് അതായത് ഷഡ്പദങ്ങളുടെ കണ്ണ് രൂപാന്തരപ്പെട്ടിട്ടുള്ളത് എ ക്ലസ്റ്റർ ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ് കോൾഡ് ഒമാറ്റീഡിയ. ഒമാറ്റീഡിയ എന്ന ധാരാളം പ്രകാശഗ്രാഹി ഫോട്ടോ റിസപ്റ്റേഴ്സ് കൊണ്ടാണ്. സോ ഒമാറ്റീഡിയ എന്തിനാണ് സഹായിക്കുന്നത്? കാഴ്ചയ്ക്ക് തന്നെയാണ് അല്ലേ. ആൻഡ് നെക്സ്റ്റ് ഓർഗാനിസം ഇസ് ഷാർക്ക്. ലാറ്ററൽ ലൈൻ. അപ്പോൾ ഷാർക്കിലുള്ള റിസപ്റ്റർ ഏതാണ്? ലാറ്ററൽ ലൈൻ ആണ് കേട്ടോ. There are receptors in the lateral line on either side of the body which help to dictate the change in the balance of the body. സോ ഷാർക്കിലുള്ള ഒരു റിസപ്റ്റർ ആണ് എന്തെന്ന് പറയുന്നത് ലാറ്ററൽ ലൈൻ എന്ന് പറയുന്നത്. ഈ ലാറ്ററൽ ലൈനിൽ ഇരുവശത്തും എന്തുണ്ട്? ധാരാളം റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ റിസപ്റ്റേഴ്സ് എന്തിനു സഹായിക്കുന്നുണ്ട്? ടു ഡിറ്റക്ട് ദ ചേഞ്ച് ഇൻ ദി ബാലൻസ് ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് തുലന നിലയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന റിസപ്റ്ററാണ് ലാറ്ററൽ ലൈൻ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഓർഗാനിസം ഈസ് സ്നേക്ക്. പാമ്പുകൾ ഏത് തരത്തിലുള്ള റിസപ്റ്റേഴ്സ് ആണുള്ളത്? ജേക്കബ്സൺസ് ഓർഗാൻ. The aromatic particles that stick on the tongue of the snake reach Jacobson's organ seen on the roof of the mouth cavity. അതായത് ഈ പാമ്പിൻ്റെ നാവിൽ ടങ് പോർഷനിൽ പറ്റിപ്പിടിക്കുന്ന ഗന്ധകണികൾ ആരോമാറ്റിക് പാർട്ടിക്കിൾസ് വായുടെ മുകൾ ഭാഗത്തുള്ള ജേക്കബ്സൺസ് ഓർഗനിൽ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജേക്കബ്സൺസ് ഓർഗനിലേക്ക് എന്തെത്തും? ഇങ്ങനെയുള്ള അരോമാറ്റിക് പാർട്ടിക്കിൾസ് എത്തും. എവിടെ? ടങ്കിൽ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള അതായത് നാവിൽ ഒട്ടിപ്പിടിച്ചിട്ടുള്ള അരോമാറ്റിക് പാർട്ടിക്കിൾസ് ഗന്ധകണികകൾ ഈ ഒരു ജേക്കബ്സൺസ് ഓർഗൻ അത് എവിടെയാണുള്ളത്? ഈ സ്നേക്കിൻ്റെ ആ ഒരു മുകൾ ഭാഗമുണ്ടല്ലോ വായുടെ മുകൾ ഭാഗത്താണ് എന്തുള്ളത്? ഈ ജേക്കബ്സൺസ് ഓർഗനുള്ളത്. അവിടേക്കാണ് എത്തുന്നത്. ദ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് സീൻ ദർ ഗെറ്റ് സ്റ്റിമുലേറ്റഡ് ദെൻ. അതിനുശേഷം ഈ ജേക്കബ്സൺസ് ഓർഗനിൽ എന്തുണ്ട്? ഓൾ ഫാക്ടറി റിസപ്റ്റേഴ്സ് ഉണ്ട്. സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പാമ്പുകളെ സഹായിക്കുന്ന ആ ഒരു റിസപ്റ്ററാണ് എന്ത്? ജേക്കബ്സൺസ് ഓർഗൻ എന്ന് പറയുന്നത്. സോ പാമ്പുകൾക്ക് മണം തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നതാണ് ജേക്കബ്സൺസ് ഓർഗൻ. അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നാവ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ പാമ്പ് നാവ് പുറത്തേക്ക് ഇരുന്ന് കണ്ടിട്ടില്ലേ? അത് മണം പിടിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ഓർഗാനിസത്തിലും പലതരത്തിലുള്ള റിസപ്റ്റേഴ്സാണ് നമ്മൾ പരിചയപ്പെട്ടത്. പ്ലനേറിയയിൽ ഐസ്പോട്ടാണ്, ഹൗസ് ഫ്ലൈയിൽ ഒമാറ്റീഡിയ, ഷാർക്കിൽ ലാറ്ററൽ ലൈൻ ആൻഡ് സ്നേക്കിലേതാണ് പഠിച്ചത്? ജേക്കബ്സൺസ് ഓർഗൻ. ഇന്നത്തെ ക്ലാസ് ഇവിടെ ഞാൻ നിർത്തുകയാണ്. ഈ ഒരു പാർട്ടോട് കൂടി ഈ ഒരു വിൻഡോസ് ഓഫ് നോളജ് എന്ന ചാപ്റ്റർ കഴിയുകയാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ ഇറ്റ്. താങ്ക് യു.